ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആരാധ്യ ന്യൂസ്. ഇന്ന് നമ്മളൊരു നൈറ്റ് വ്ളോഗാട്ടോ ചെയ്യാൻ പോകണം. എന്ന് വെച്ചാൽ ഒരു ഫുഡ് തിന്നുന്ന ഒരു സ്ഥലത്തേക്ക് പോവാം കേട്ടോ. എന്ന് വെച്ചാൽ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോവാം കേട്ടോ ഫുഡ് തിന്നാൻ. ഇപ്പോൾ ജീൻസ് പാൻ്റ് ആയതുകൊണ്ട് ഞാൻ അപ്പോൾ ഷൂ ആട്ടിരുന്നത് ഗൈസ്. പിന്നെ ഒരു സ്കൂട്ടർ എടുക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അനിയൻ സമ്മതിക്കില്ല കേട്ടോ എൻ്റെ ഉണ്ണി. അപ്പോൾ ഞാൻ 2 സ്കൂട്ടർ എടുത്തിട്ട് എൻ്റെ അനിയൻ്റെ പിന്നെ സ്കൂട്ടർ എടുത്തിട്ട് അതൊക്കെ കാറിലെടുത്ത് വെച്ചു കേട്ടോ. ഞാൻ എന്നിട്ട് അത് ഞാൻ പിന്നെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഉണ്ണിക്ക് പിന്നെ പാൽ കുടിക്കാനുള്ള വാശിയാട്ടോ. പിന്നെ ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന ചോക്ലേറ്റൊക്കെ കൊടുത്ത് അവനെ സെറ്റാക്കി. പിന്നെ ഇവിടെ പാട്ട് വെച്ചാൽ നമ്മൾ വണ്ടിയിൽ എറിയേണ്ട പാട്ടൊക്കെ വെച്ച് വൈബില്ല, അതേപോലെ വൈബ് ചെയ്തതാട്ടോ. ഞാൻ ഇപ്പോൾ പാട്ട് വെച്ചിട്ട് ഇപ്പോൾ പാട്ട് വെച്ച് നല്ല വൈബിലാട്ടോ. പിന്നെ എൻ്റെ അനിയനും ഞാനും സെയിം ഡ്രസ്സൊക്കെ ഇട്ട് സെയിം ആളായിട്ട് പോകണം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ വൈബ് രാത്രിയായിട്ട് പോകണം. പിന്നെ ഇത് പോണ വഴിക്കുള്ള ഒരു മെട്രോ സ്ഥലം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാരണം പിന്നെ മെട്രോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ സൂക്കി ഇപ്പം എത്തിട്ട്. പിന്നെ ഒരു മക്ഡൊണാൾഡ്സ് അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കുട്ടികൾക്ക് കളിക്കാൻ സ്ലൈഡ് പോലത്തെ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ അത് കണ്ടിട്ട് എൻ്റെ അനിയച്ചക്ക് അത് പാമ്പു എന്ന് പറയായിരുന്നിട്ട്. എന്നിട്ട് അവിടെയൊക്കെ എത്തി. ഇപ്പോൾ ഇത് നമ്മളുടെ സ്ഥലമായി കേട്ടോ. ഇപ്പോൾ ഇത് നമ്മളുടെ ഒരു സൂക്കിൻ്റെ ഒരു സ്ഥലം എത്താനായി. അങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ ആയിരിക്കണത്. ഇപ്പോൾ നമ്മൾ കുറേ വീഡിയോ എടുക്കാത്ത കാരണം കുറേ എടുത്ത് നിങ്ങൾക്ക് ഒരു ബോറടിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ കുറച്ച് തന്നെ എടുത്തിട്ട് ഇപ്പോൾ സൂക്ക് എത്തിയിട്ട് ഇതാട്ടോ നമ്മളെ സൂക്ക്. ഇത് ഇപ്പോൾ സ്കൂട്ടർ ഓടിക്കുന്ന നിറയെ സ്ഥലമുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് എക്സസൈസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടെയൊക്കെ നടക്കാൻ നല്ല പ്ലേസ് ഉണ്ട് കേട്ടോ. പിന്നെ ആ സ്ക്വയർ ഷേപ്പിൽ നിങ്ങളൊരു സംഭവം ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അത് വെച്ചാൽ ഒരു ഇതാണ്. പിന്നെ പാർക്കിങ്ങിൻ്റെ ഇതാണ് കേട്ടോ സ്ക്വയർ ഷേപ്പിൻ്റെ. പിന്നെ പാർക്കിങ്ങിന് പേ ചെയ്യണം. വേറെ പേ ചെയ്തില്ലെങ്കിൽ പാർക്കിംഗ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ സ്ക്വയർ ഷേപ്പ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നടക്കാനൊക്കെ മടിയുള്ള ആൾക്കാരാണെങ്കിൽ ആ വണ്ടി ഫ്രീ ആയിട്ട് വിളിക്കാൻ പറ്റും. ഫ്രീ ആയിട്ട് വിളിച്ചിട്ട് ആൾക്ക് പോയാൽ മതി കേട്ടോ. ഇതാണ് കേട്ടോ ആ വണ്ടി. എന്നിട്ട് പിന്നെ ഈ സ്ഥലമൊക്കെ കുറേ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇതാട്ടോ നമ്മളെ മറ്റേ പാർക്കിങ്ങിൻ്റെ പേ. എന്നിട്ട് നമ്മൾ വേഗം കൊണ്ട് പോയി കേട്ടോ. അവിടെ എത്തിയിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സൂക്ക് എന്ന് വെച്ചാൽ ഒരു പഴയ രൂപത്തിലാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത, ഒരു ഭംഗി കേട്ടോ. ഒരു പഴയ രൂപത്തിലാട്ടോ. പിന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് നല്ല ഭംഗിയിൽ കുറേ സോഫകളുണ്ട്. ഉമ്മർത്തിരുന്ന് നമ്മൾ എന്തായിരുന്നു തണുത്ത് നമ്മൾ ഐസും കട്ട പോലെ ഔട്ടാക്കൊണ്ട് ഞങ്ങളെപ്പോഴും അകത്തായിട്ടിരിക്കാറുണ്ടായിരുന്നു. പിന്നെ ഒരു 2 അങ്കിൾസ് ഒരു ഉണ്ണീനെ പൂച്ച പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി അതിന് ശല്യപ്പെടുത്തിയിട്ട് ആ പൂച്ച പോയിട്ട് എന്നിട്ട് അച്ഛൻ ചീത്ത പറഞ്ഞു. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ മീനിൻ്റെ സ്ഥലം. മീൻ പിന്നെ ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് മീൻ തിന്നാനോ തോന്നിയില്ല. പിന്നെ വായിൽ വെച്ച് പിന്നെ ആ മീൻ ഞാൻ തന്നെ ഫുള്ള് തീർത്ത് കിട്ടോ. പിന്നെ ഉണ്ണി എൻ്റെ അനിയൻ പിന്നെ അവിടെ വേറൊരു ഉണ്ണീനെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഉണ്ണിയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒളിച്ച് കളിക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ എടുക്കണ കണ്ടിട്ട് ആ ഉണ്ണി വീഡിയോ എടുക്കാണ് കേട്ടോ. നമ്മളുടെ ഇതാട്ടോ ആ ഉണ്ണി ഇപ്പോൾ താഴ്ന്നു പോയി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ്. ഇതാണ് നമ്മുടെ ഫിഷ്. നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ ഇത് നമ്മുടെ കൂന്തളാട്ടോ. പിന്നെ തിന്നുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല പുളിയൊക്കെ ഉള്ള നല്ല കെച്ചപ്പും നല്ല സോസ് ഇതുണ്ട്. പിന്നെ ഈ ഒറ്റ സ്ഥലം വെച്ചാൽ ഞാൻ ഫോട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒറ്റ സൂക്കിൻ്റെ ബാക്ക് സൈഡിലൊരു ബീച്ച് ഉണ്ട് കേട്ടോ. ആ ബീച്ചിൻ്റെ അവിടെ ഒരു പറമ്പ് പോലത്തെ ഒരു കട ഉണ്ട് കേട്ടോ. ചെറിയൊരു കട. അവിടുന്ന് പഞ്ഞിമിഠായി വാങ്ങുന്ന ടൈമിൽ ഒരു സ്പ്രിങ്കിൾ പോലത്തെ നമ്മളുടെ ലൈസ് ഉണ്ടാവില്ല, അത് ഞാൻ വാങ്ങാൻ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ ഫുഡ് ഒന്നുമില്ല പിന്നെ എന്തിനാ വാങ്ങണമെന്ന് ചോദിച്ചു. പിന്നെ നമ്മൾ പഞ്ഞിമിഠായി വാങ്ങിയിട്ട് അവിടുത്തെ പഞ്ഞിമിഠായി വാങ്ങി. പിന്നെ പഞ്ഞിമിഠായി അച്ഛൻ പൊട്ടിച്ചപ്പോൾ അത് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്കെല്ലാം പോയിട്ടോ. അത് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അതാട്ടോ ഞാൻ ഇപ്പം ചിരിച്ചത്.
അതാട്ടോ ഞാൻ ഇപ്പോൾ ചിരിച്ചത്. എനിക്ക് പൊട്ടിക്കാൻ പറ്റാത്ത കാരണം അച്ഛനാട്ടോ പൊട്ടിച്ചത്. പിന്നെ ബാക്ക് സൈഡ് എന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു പഴയ രൂപമാണ്. ഇപ്പോൾ ഇതേപോലത്തെ പഴയ രൂപമായിരുന്നു. ഈ ഫസ്റ്റൊക്കെ ഇവിടെ ഈ സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ പുതിയ ഹോട്ടലും എല്ലാതും വന്നിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല നടക്കാനും എല്ലാത്തിനും നല്ല സ്പേസ് ഉണ്ട്. ഇതാട്ടോ നമ്മളുടെ ആറ്റ സ്ഥലം. നമ്മൾ പറഞ്ഞ ആറ്റ ബാക്ക് സൈഡ് ബീച്ച്. രാത്രി ആയതുകൊണ്ട് അധികം ക്ലിയറിലൊന്നും കിട്ടിയില്ല. ഇവിടെയാണ് നമുക്ക് ഐസ്ക്രീമും പിന്നെ കണ്ട ഒരു പൂരപ്പറമ്പ് പോലത്തെ സ്ഥലമല്ലേ, ഇവിടെ ഉണ്ട് കേട്ടോ അത് ഈ ബീച്ചിൽ. പിന്നെ അവിടെ മുന്നൊക്കെ ഇവിടെ ബോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ബോട്ടൊക്കെ ഉണ്ട്. അവർ പഴയതായിട്ട് മുന്നൊക്കെ യൂസ് ചെയ്ത ബോട്ടായിരുന്നു കേട്ടോ. ഇപ്പം അത് യൂസ് ചെയ്യാത്ത കാരണം ഇവിടെ ഇങ്ങനെ ഡിസൈനിൽ വെച്ചിരിക്കുക. പിന്നെ ഞാനും ഉണ്ണി ആ ബോട്ടിക്ക് കയറിയപ്പോൾ ആ സെക്യൂരിറ്റി വന്നിട്ട് വലിയ ആൾക്കാർ കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഉണ്ണീനെ ഇറക്കാൻ നേരത്ത് ആ ഉണ്ണി സമ്മതിക്കുന്നില്ല കേട്ടോ ഇറങ്ങാൻ. ഞങ്ങളിവിടെ ഒരു ഫോട്ടോ പോലെ ഇങ്ങനെ ആ മതിൽ ഇങ്ങനെ ചാരിക്കുന്ന പോലെ ഒന്ന് എടുക്കാൻ വിചാരിച്ചതാ. ആര് കണ്ട ചാരിക്കണം, അതേപോലെ എനിക്ക് ചാരിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം അത് സെക്യൂരിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചാരി നിന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇത് ലാസ്റ്റ് ഫോട്ടോസ് ഞാൻ കാണിക്കാൻ വിചാരിച്ചതാ കേട്ടോ. ഈ ഫോട്ടോസ് ഞാൻ ചെയ്യുന്ന പോലെ എൻ്റെ ഉണ്ണിയും ചെയ്യുന്നതായിരുന്നു. ഉണ്ണി അതേപോലെ ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും ബൈ ബൈ.